ഡിയർ ഗൈസ്, അങ്ങനെ ഞാനും സ്ട്രീമിംഗ് തുടങ്ങാൻ പോകണം. അതിനു മുമ്പ് ഇത്രയും നാൾ ഞാൻ അടിച്ചുകൊണ്ടെന്ന് ഈ ലാപ്ടോപ്പിൽ ഇത്ര നാളെ ഏറെ കുറച്ച് നാളായിട്ട്, കാരണം എന്റെ PC അടിച്ചു പോയി, കൂളന്റ് ചെയ്ത് വാട്ടർ ഇറങ്ങി. അതിവിടെ അതിനെ കുറിച്ച് എനിക്ക് നോക്കാൻ എന്തായാലും ഈ റൂം ഗെയിമിംഗ് റൂം ആക്കി എടുക്കാം. അതും ലോ ബഡ്ജറ്റ്, മാക്സിമം ബഡ്ജറ്റ് ടൈറ്റ് ചെയ്താണ് ചെയ്യാൻ പോണത്. അതിനുമ്പ് ഇത്രയും സാധനങ്ങളൂടെ കിടക്കുന്നുണ്ട്. ഇതല്ലേ അലമയുടെ മേളിലായാലും ബെഡ്, കണ്ണാടി, അങ്ങനെ കുറെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് മാറ്റണം. സ്റ്റെപ്പ് 1 ക്ലീനിങ്. ചെടിയാണ് നല്ല പൊടിയാണോ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം, നല്ല ഒരു പൊടിയും വരില്ല. ആൻഡ് സ്റ്റെപ്പ് 2 പുട്ടിയിടല്. എനിക്കറിയാത്ത പണി എങ്ങനെയൊക്കെയാണ് ഞാൻ ആ പുട്ടി കലക്കിയത്. അതിന് ശേഷം ഞാൻ തന്നെ ആണി അടിച്ചുണ്ടാക്കിയ ഹോളൊക്കെ ഞാൻ തന്നെ അടച്ചു മൂടുവാണ്. എന്നാലും എത്തിപ്പിടിച്ചും പല സ്ഥലത്തൊക്കെ ഞാൻ ചാടി കയറി ഇടുന്നുണ്ട്. ആൻഡ് സ്റ്റെപ്പ് 3 ഈസ് ലെവലിങ്. നമ്മൾ ഈ പുട്ടി ഇട്ടെടുത്ത് നമ്മൾ തന്നെ ഉരച്ചൊരച്ച് ലെവൽ ചെയ്യണം, എന്നാലേ പെർഫെക്ഷൻ എടുത്തോളൂ. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് പെയിന്റിങ്. പെയിന്റിങ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം എടുത്ത് ചെയ്യേണ്ട കാര്യം, കാരണം അത് പെർഫെക്ഷൻ ആക്കി എടുക്കണം. കാരണം ഒത്തിരി നേരം ഒന്ന് ചെയ്ത കാര്യമാണ് പെയിന്റിങ്. ആൻഡ് ഫൈനലി അതും കഴിഞ്ഞു. ഈ പെയിന്റ് അടിക്കുന്നവരെ സമ്മതിക്കണം, കാരണം മൊത്തം പെയിന്റ്, എന്റെ തലമുടി ഉൾപ്പെടെ പെയിന്റ് ആയിട്ടുണ്ട്. നീ എങ്ങനെ പോകുമോ ദൈവത്തിനറിയാം. ആൻഡ് ഫൈനലി അങ്ങനെയാണ് ഇതല്ല ലുക്ക്. സോറി, ഇതാണ് ലുക്ക്. തറയെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ടേബിൾ വരാനുണ്ട്, ലാപ്ടോപ്പ് വരാനുണ്ട്, ലൈറ്റ് വരാനുണ്ട്, RGB വരാനുണ്ട്, പല കാര്യങ്ങൾ വരാനുണ്ട്, ഷെൽഫ് വരാനുണ്ട്. വേറെ എന്തൊക്കെ പറഞ്ഞോ നിങ്ങൾ കമന്റ് ചെയ്യുക. പറ്റുന്നതൊക്കെ ഞാൻ വെക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പാർട്ട് 2 വരും. ടാറ്റാ ബൈ ബൈ.